അവൻ ഗോൾ ഹൗസ്, ഓൾഡ് ബസ് സ്റ്റാൻഡ്, പയ്യന്നൂർ. മംഗല്യ സ്വപ്നങ്ങൾക്ക് ചാരുതയേകാൻ കല്ലറിക്കൽസ് ഗോൾഡ് പാർക്ക്, പയ്യന്നൂർ. പയ്യന്നൂർ റൂറൽ ബാങ്ക്, വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. ശുദ്ധമായ പാൽ, ഒരു ജനതയുടെ വിശ്വാസം. ജനതാ പാൽ, തികച്ചും പുതുമയോടെ. കൃഷ്ണ ട്രേഡേഴ്സ്, ലത്തീഫിയ സ്കൂളിന് സമീപം, ബൈപാസ് റോഡ്, പയ്യന്നൂർ. Purity Gold, pure tradition. Manohar Jewelries, Jewel House, Jewel Junction, Payyanur, since 1938. Bag Bazaar near Hotel Top Star, Old Bus Stand, Main Road, Payyanur. Cooperative National College, Perumba, Payyanur. നമസ്കാരം. നെറ്റ്വർക്ക് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കാസർഗോഡ് കുഞ്ചത്തൂർ മുതൽ തിരുവനന്തപുരം പൊഴിയൂർ വരെ നീളുന്ന നിർദ്ദിഷ്ട തീരദേശ ഹൈവേ വലിയ പറമ്പിലൂടെ കടന്നുപോകുമ്പോൾ വീടുകൾ നഷ്ടപ്പെടുമെന്ന ആശങ്കയിൽ പ്രദേശത്തുകാർ. പയ്യന്നൂർ നെറ്റ്വർക്ക് ചാനലിന്റെയും കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പയ്യന്നൂർ മേഖലാ കമ്മിറ്റിയുടെയും ആഭിമുഖ്യത്തിൽ SSLC+2 ഉന്നത വിജയികളെയും മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച ചാനൽ ജീവനക്കാരെയും അനുമോദിച്ചു. കരുവള്ളൂർ കുണിയനിലെ BJP നേതാവ് കുണ്ടത്തിൽ ബാലന്റെ വീട്ടുപറമ്പിൽ നിന്നും ആയുധങ്ങൾ കണ്ടെത്തിയ സംഭവം യഥാർത്ഥ പ്രതികളെ കണ്ടെത്തണമെന്ന് CPIM കരുവള്ളൂർ സൗത്ത് ലോക്കൽ കമ്മിറ്റി. കാത്ത് ലാബുകൾ പ്രവർത്തനക്ഷമമായതോടെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ കാർഡിയോളജി വിഭാഗത്തിലുണ്ടായ പ്രശ്നങ്ങൾക്ക് താൽക്കാലിക പരിഹാരമാകുന്നു. ഇന്ന് രാത്രിയോടെ 2 കാത്ത് ലാബുകൾ പ്രവർത്തിച്ചു തുടങ്ങുമെന്ന് ആശുപത്രി അധികൃതർ. വിശദമായ വാർത്തകളിലേക്ക്. കാസർഗോഡ് കുഞ്ചത്തൂർ മുതൽ തിരുവനന്തപുരം പൊഴിയൂർ വരെ നീളുന്ന നിർദ്ദിഷ്ട തീരദേശ ഹൈവേ വലിയ പറമ്പിലൂടെ കടന്നുപോകുമ്പോൾ വീടുകൾ നഷ്ടപ്പെടുന്ന പ്രദേശത്തുകാർ ആശങ്കയിൽ. അലൈൻമെന്റിൽ മാറ്റം വരുത്തിയെന്ന ആക്ഷേപവും കടലിനോട് ചേർന്ന് റോഡ് നിർമ്മിക്കണമെന്ന ആവശ്യവും അവർ ഉന്നയിക്കുന്നു. ജില്ലയിലെ കുഞ്ചത്തൂർ മുതൽ തിരുവനന്തപുരം ജില്ലയിലെ പൊഴിയൂർ വരെ 625 കിലോമീറ്റർ നീളത്തിൽ 9 ജില്ലകളിലൂടെ കടന്നുപോകുന്ന തീരദേശപാത പല ജില്ലകളിലും പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. 9 മീറ്റർ വീതിയിൽ ടാറിംഗ്, 2.5 മീറ്റർ സൈക്കിൾ പാത, 1.5 മീറ്റർ വീതം ഇരുവശങ്ങളിലും നടപ്പാത, ഓവുചാൽ, ബസ് ബേ ഉൾപ്പെടെ 16 മീറ്റർ വീതിയിലാണ് തീരദേശപാത നിർമ്മിക്കുന്നത്. തീരദേശ ഹൈവേ സ്ഥലം ഏറ്റെടുക്കുന്നതിൽ മുൻധാരണ ലംഘിക്കുന്നുവെന്ന ആക്ഷേപമാണ് വലിയ പറമ്പ ഗ്രാമപഞ്ചായത്തിന്റെ തെക്കൻ മേഖലയിലുള്ള വാർഡുകളിൽ നിന്നുയരുന്നത്. കടലിനും കായലിനുമിടയിലുള്ള വലിയ പറമ്പിലെ കടലോര ഭാഗങ്ങളിൽ സാധാരണക്കാരുടെ കിടപ്പാടങ്ങൾ നഷ്ടപ്പെടുന്ന രീതിയിലാണ് പാതയുടെ അലൈൻമെന്റ് ഉള്ളതെന്ന ആക്ഷേപമാണ് പഞ്ചായത്തിലെ 5, 4, 6 വാർഡുകളിലെ പല കുടുംബങ്ങൾക്കുള്ള ആശങ്ക. 5-ാം വാർഡിലാണ് നാട്ടുകാർ പ്രത്യക്ഷത്തിൽ പ്രതിഷേധവുമായി രംഗത്ത് വന്നിട്ടുള്ളത്. പാത ഇപ്പോഴുള്ള രീതിയിൽ വന്നാൽ 35 പരം വീടുകൾ ചെറിയ പ്രദേശത്ത് നിന്ന് തന്നെ ഒഴിവാക്കേണ്ടി വരുമെന്നാണ് നാട്ടുകാർ പറയുന്നത്. കടലോരത്തു കൂടി പോവുകയാണെങ്കിൽ 1 മുതൽ 3 വീടുകൾ മാത്രമാണ് ഒഴിവാക്കേണ്ടി വരികയെന്ന് നാട്ടുകാർ പറയുന്നു. പരമ്പരാഗത തൊഴിലെടുക്കുന്ന മത്സ്യത്തൊഴിലാളികളുടെ വീടുകൾ ഒഴിവാക്കി ആർക്കു വേണ്ടിയാണ് പുതിയ പാത നിർമ്മിക്കുന്നതെന്ന ചോദ്യവും ഉയരുന്നുണ്ട്. ഭൂരിഭാഗം കുടുംബങ്ങളും മത്സ്യത്തൊഴിലാളികൾ ഉൾക്കൊള്ളുന്നതാണെന്നതിനാൽ ദ്വീപ് പഞ്ചായത്ത് വിട്ടുപോയി തൊഴിലെടുക്കുവാനാവില്ലെന്ന വാദവും അവർ മുന്നോട്ട് വയ്ക്കുന്നു. ഉദിനൂർ കടപ്പുറം ഫിഷറീസ് UP സ്കൂൾ തെക്ക് ഭാഗത്തായി കടലോരത്താണ് 15 മീറ്റർ മാത്രം വ്യത്യാസത്തിലാണ് പാതക്കായി പിങ്ക് കുറ്റിയിട്ടിരിക്കുന്നത്. ഇവിടെ ഹോം സ്റ്റേക്ക് അധികൃതർ അനുകൂലമായി ഗതി മാറ്റിയതായും അവർ ആരോപിക്കുന്നുണ്ട്. 10 മാസം മുമ്പ് കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ ഇത് സംബന്ധിച്ച് കന്നുവീട് കടപ്പുറം പ്രദേശത്ത് തൃക്കരിപ്പൂർ MLA വിളിച്ചു ചേർത്ത യോഗം അന്ന് നടന്നിരുന്നില്ല. അതിൽ പിന്നീട് അനക്കമൊന്നും ഉണ്ടായതുമില്ല. എന്നാൽ വലിയപറമ്പ പഞ്ചായത്തിലെ കഴിഞ്ഞ ഭരണസമിതിയും വിവിധ രാഷ്ട്രീയ സംഘടനകളുമായി ചർച്ച നടത്തി തീരുമാനിച്ചാണ് അലൈൻമെന്റ് അന്തിമമാക്കിയതെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VV സജീവൻ പറഞ്ഞു. ഇപ്പോൾ തീരദേശ ഹൈവേയുമായി ബന്ധപ്പെട്ട് ചില ആളുകൾക്കുള്ള ആശങ്ക അത് അസ്ഥാനത്താണ്. കാരണം ഇതുമായി ബന്ധപ്പെട്ടിട്ട് പുതിയ മാറ്റങ്ങൾ ഇല്ല എന്ന് മാത്രമല്ല, പഞ്ചായത്തിലെ 13 വാർഡിൽ 12 വാർഡിനകത്തും ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള റോഡിൻ്റെ സ്റ്റോൺ സ്ഥാപിച്ചു കഴിഞ്ഞു. 5-ാം വാർഡിനകത്ത് മാത്രമാണ് ഇനി ഇത് സ്ഥാപിക്കാനുള്ളത്. അതുകൊണ്ട് പഞ്ചായത്ത് ഇതിൽ എന്തോ ഒരു മലക്കം മറിച്ചിൽ നടത്തുന്നു എന്നുള്ള രീതിയിലേക്കുള്ള ചില പ്രചരണങ്ങൾ നടക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് വലിയപറമ്പ് ഗ്രാമപഞ്ചായത്തിൽ യാതൊരുവിധ ഇടപെടലോ അതുമായി ബന്ധപ്പെട്ടിട്ട് നടത്തിയിട്ടില്ല.
ഇതിനുശേഷം കഴിഞ്ഞ വർഷം വിവിധ സംഘടനകളുടെ പ്രതിനിധികൾ ഉൾപ്പെടെ ആശങ്കകൾ ബാക്കിയുള്ള പ്രദേശങ്ങളിലുള്ളവർക്ക് പ്രൊജക്ട് മാപ്പ് വെച്ച് പ്രദർശിപ്പിച്ചു കൊടുത്ത ശേഷമാണ് പദ്ധതിയുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ടു പോകുന്നതെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. പയ്യന്നൂർ നെറ്റ്വർക്ക് ചാനലിന്റെയും കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പയ്യന്നൂർ മേഖലാ കമ്മിറ്റിയുടെയും ആഭിമുഖ്യത്തിൽ SSLC+2 ഉന്നത വിജയികളെയും മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച ചാനൽ ജീവനക്കാരെയും അനുമോദിച്ചു. റിട്ടയർഡ് പൊതുവിദ്യാഭ്യാസ അസിസ്റ്റന്റ് ഡയറക്ടർ C. രാഘവൻ മാസ്റ്റർ ഉദ്ഘാടനം നിർവഹിച്ചു. ഇതുപോലുള്ള പൊതുപരീക്ഷകളിൽ നിങ്ങൾ വിജയിക്കുമ്പോഴാണ്. അങ്ങനെ ഈ പൊതുപരീക്ഷകളിൽ വിജയിച്ചിട്ടുള്ള നിങ്ങൾ ഈ പരീക്ഷയിൽ വിജയിച്ചുകൊണ്ട് ജീവിതമാകുന്ന പരീക്ഷകളിൽ അല്ലെങ്കിൽ തുടർന്ന് വരുന്ന പരീക്ഷകളിൽ വിജയിച്ചു കൊള്ളണമെന്നില്ല. ചടങ്ങിൽ നെറ്റ്വർക്ക് ചാനൽ MD K. സജീവ് കുമാർ അധ്യക്ഷത വഹിച്ചു. COA ജില്ലാ പ്രസിഡന്റ് V. ജയകൃഷ്ണൻ, സംസ്ഥാന കമ്മിറ്റി അംഗം അനിൽ മംഗലത്ത്, AV ശശികുമാർ, കലേഷ് കുമാർ VA, N. പുരുഷോത്തമൻ, VV മനോജ് കുമാർ, KVN ബൈജു, ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം വിനയൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ചാനലിലെ ഈ നാട്, ഭൂമിക എന്നീ ജനപ്രിയ പ്രോഗ്രാമുകൾക്ക് പിന്നിൽ പ്രവർത്തിച്ച വർഷ KN, ചാന്ദിനി, പ്രദീപ് കരിവള്ളൂർ, അർജുൻ കുഞ്ഞിമംഗലം, പിലാത്ര ബ്യൂറോ റിപ്പോർട്ടർ പ്രണവ് പെരുവാമ്പ എന്നിവരെയും ചടങ്ങിൽ വെച്ച് അനുമോദിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കരിവെള്ളൂർ കുണിയനിലെ BJP നേതാവ് കുണ്ടത്തിൽ ബാലന്റെ വീട്ടുപറമ്പിൽ നിന്നും മാരകായുധങ്ങൾ കണ്ടെത്തിയ സംഭവം യഥാർത്ഥ പ്രതികളെ കണ്ടെത്തണമെന്ന് CPIM കരിവെള്ളൂർ സൗത്ത് ലോക്കൽ കമ്മിറ്റി ആവശ്യപ്പെട്ടു. സരോവർ ബാലന്റെ വീടിന്റെ പരിസരത്ത് കയറിയ ജനങ്ങൾ ഒരാൾ പോലും ആ വീടിന്റെ പരിസര പ്രദേശത്തേക്ക് പോലും ആ വീടിന്റെ വളപ്പിലേക്ക് പോലും കയറിയിട്ടില്ല. റോഡിന്റെ മുകളിൽ വെച്ചാണ് ജനങ്ങൾ പോലീസുകാരോട് ഈ കാര്യങ്ങൾ ആവശ്യപ്പെട്ടത്. അങ്ങനെ പോലീസുകാരൊക്കെ വളരെ വിശദമായി പരിശോധിക്കുകയും ഈ ആടെ എത്തിച്ചേർന്ന ആളുകളിലൊക്കെ വിശദവിവരങ്ങൾ പോലീസ് ശേഖരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ജനങ്ങൾ കൃത്യമായി പോലീസ് നിർദ്ദേശാനുസരണം അവിടുന്ന് പിരിഞ്ഞു പോകുന്ന അവസ്ഥയുമായി ഉണ്ടായത്. പിന്നീടാണ് അവിടെ ഈ ആയുധ ശേഖരം കണ്ടെത്തിയ റിപ്പോർട്ട് വരുന്നത്. അപ്പോൾ സ്വാഭാവികമായും ജനങ്ങളുടെ സംശയം ബലപ്പെടുത്തുന്ന രീതിയിലാണ്. അപ്പോൾ ആ സരോവർ ബാലന്റെ വീട്ടിൽ ഈ പറഞ്ഞ രീതിയിൽ ആയുധ പരിശീലനവും അതുപോലെ തന്നെ RSSന്റെ മറ്റെല്ലാ ക്രിമിനൽ നടപടികളും കാര്യങ്ങളൊക്കെ തന്നെ ആ വീട്ടിൽ നടക്കുന്നുണ്ട് എന്നുള്ള ജനങ്ങളുടെ സംശയം ബലപ്പെടുത്തുന്ന രീതിയിലാണ് ഇത് കണ്ടെത്തിയത്, ഈ ആയുധ ശേഖരം കണ്ടെത്തിയത്. അതുകൊണ്ട് തന്നെ ഈ ആയുധ ശേഖരം കണ്ടെത്തിയതിന്റെ ഭാഗമായി തന്നെ ആ രീതിയിൽ കാര്യങ്ങൾ അന്വേഷിച്ച് അതിന്റെ വ്യക്തത വരുത്തണമെന്ന് പാർട്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അവിടെ ഈ ആളുകളുടെ സംശയം ദൂരീകരിക്കുന്നതിന് ആവശ്യമായുള്ള പോലീസിന്റെ ഇടപെടലിന്റെ ഭാഗമായി തന്നെ അന്വേഷണവും അക്കാര്യങ്ങളൊക്കെ തന്നെയാണ്. അതിനുവേണ്ടിയാണ് ജനങ്ങൾ അവിടെ കേന്ദ്രീകരിച്ചത്. ആ ജനങ്ങളുടെ പേരാണ് BJPയുടെ മണ്ഡലം അതുപോലെ ജില്ലാ ഭാരവാഹികളൊക്കെ നേതാക്കന്മാരുടെയൊക്കെ തന്നെ ആവശ്യപ്രകാരം പ്രവർത്തകരെയും അതുപോലെ തന്നെ മറ്റ് അറിയാവുന്ന ആളുകളൊക്കെ പേരിൽ കള്ളക്കേസ് ചുമത്തിയിട്ടുണ്ട്. അപ്പോൾ ആ കള്ളക്കേസ് കൃത്യമായി ഒരു വ്യക്തത വരുത്തേണ്ട കാര്യം അവിടെ ആയുധ പരിശീലനം നടക്കുന്നുണ്ട് എന്നുള്ള അവരെ പുറത്തുനിന്നുള്ള ക്രിമിനൽ കേന്ദ്രീകരിച്ചുകൊണ്ട് സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനം നടക്കുന്നത് എന്നുള്ള രീതിയിലുള്ള ജനങ്ങളുടെ സംശയം ബലപ്പെടുത്തിയ രീതിയിലാണ് ആയുധ ശേഖരം കണ്ടെത്തുന്നത്. അതുകൊണ്ട് തന്നെ ആയുധ ശേഖരം എങ്ങനെയാണ് വന്ന് വിട്ടു എന്നുള്ള കാര്യം തലേദിവസം പോലീസ് പരിശോധിച്ചിട്ട് ഒന്നും കണ്ടെത്താത്ത കാര്യത്തിൽ എങ്ങനെയാണ് ഈ ആയുധ ശേഖരം അവിടെ വന്നത്. അതുകൊണ്ട് തന്നെ ആയുധ ശേഖരം കണ്ടെത്താൻ ആവശ്യമായ സമഗ്രമായ അന്വേഷണം ഇതിന്റെ ഭാഗമായി നടത്തണമെന്നാണ്. നടപ്പാതയില്ല, കാൽനട യാത്രക്കാർ സഞ്ചരിക്കുന്നത് ഭീതിയോടെ. സുരക്ഷിതമായി നടന്നു പോകാൻ ഇടമില്ലാത്തതിനാൽ കഴിഞ്ഞ 4 മാസത്തിനിടെ 5 അപകടങ്ങളാണ് ഇവിടെ ഉണ്ടായത്.
ചന്തേര പോലീസ് സ്റ്റേഷൻ മുതൽ നടക്കാവ് വരെയുള്ള പ്രദേശത്തെ റോഡിന് നടപ്പാതയില്ല. അത് കാരണം ജീവൻ പണയം വെച്ചാണ് കാൽനട യാത്രക്കാർ ഇതുവഴി കടന്നു പോകുന്നത്. വൈദ്യുത തൂണുകളും വീട്ടുമതിലുകളും റോഡിനോട് ചേർന്ന് കിടക്കുന്നത് കാരണം നടന്നു പോകുന്ന യാത്രക്കാർ ഏറെ ബുദ്ധിമുട്ടിലാകുന്നുണ്ട്. റോഡ് നിർമ്മാണ സമയത്ത് തന്നെ നാട്ടുകാർ പ്രശ്നം ഉന്നയിച്ചിരുന്നു. എന്നാൽ നിരവധി തവണ പ്രശ്നത്തിന്റെ ഗൗരവം അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും യാതൊരു പരിഗണനയും നൽകിയില്ല. കഴിഞ്ഞ 4 മാസത്തിനിടെ 5 അപകടങ്ങളാണ് ഇവിടെ ഉണ്ടായത്. മെക്കാടം റോഡ് നിർമ്മാണ വേളയിൽ തന്നെ നടപ്പാത വേണമെന്ന ആവശ്യം നാട്ടുകാർ മുന്നോട്ട് വെച്ചിരുന്നു. എത്ര പറഞ്ഞാലും ഒരാൾക്കും ഇതിന് ചെവികൊള്ളാൻ തയ്യാറല്ല. അധികൃതർ ഇതൊന്നും ശ്രദ്ധിക്കുന്നേ ഇല്ല. എന്നുവെച്ചാൽ ഇതിപ്പം നിങ്ങൾ കാണുന്നില്ല, വഴി തന്നെ ചെറിയ വഴിയാണ്. അപ്പുറം ഇപ്പുറം അതിലും 2 വണ്ടി നിർത്തിയാൽ ഒരാൾക്ക് ഇതിലൂടെ കടന്നു പോകാൻ പറ്റില്ല. നാട്ടിൽ നിങ്ങളിപ്പോൾ കണ്ടു ഈ കാണുന്ന 4-5 മീറ്റർ റോഡേ ഉള്ളൂ. 2 വണ്ടി വന്നാൽ നടപ്പാതയിലേക്ക് പോകാൻ സ്ഥലമില്ലാതുകൊണ്ട് ആക്സിഡന്റ് പതിവാണ്. റോഡ് പൂർത്തിയാക്കുന്ന മുറയ്ക്ക് തന്നെ നടപ്പാതയുടെ നിർമ്മാണം നടത്തുമെന്ന് അധികൃതർ അറിയിച്ചിരുന്നു. എന്നാൽ വർഷങ്ങൾ കഴിഞ്ഞിട്ടും നടപ്പാത നിർമ്മാണം എന്ന കാര്യം അധികൃതർ പരിഗണിച്ചിട്ടേയില്ല. ചീറിപ്പായുന്ന വാഹനങ്ങളെ ഭയപ്പെട്ടുകൊണ്ടാണ് ഇതുവഴി ഏവരും നടന്നു പോകുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. കാത്ത് ലാബുകൾ പ്രവർത്തനക്ഷമമാകുന്നതോടെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ കാർഡിയോളജി വിഭാഗത്തിലുണ്ടായ പ്രശ്നങ്ങൾക്ക് താൽക്കാലിക പരിഹാരമാകുന്നു. ഇന്ന് രാത്രിയോടെ 2 കാത്ത് ലാബുകൾ പ്രവർത്തിച്ചു തുടങ്ങുമെന്ന് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ കെ സുദീപ്, HOD ഡോക്ടർ SM അഷ്റഫ് എന്നിവർ അറിയിച്ചു. 150 രോഗികളെ കിടത്താൻ സൗകര്യമുള്ള ആശുപത്രിയിൽ 126 പേരാണ് അഡ്മിറ്റ് ഉണ്ടായിരുന്നത്. ഇതിൽ നിന്ന് അടിയന്തര ശസ്ത്രക്രിയ ആവശ്യമുള്ള 50-ലധികം രോഗികളെ ഡിസ്ചാർജ് ചെയ്തിരുന്നു. മറ്റ് ചികിത്സ ആവശ്യമുള്ള 71 രോഗികൾ ഇപ്പോഴും ആശുപത്രിയിൽ കഴിയുന്നുണ്ട്. 3 കാത്ത് ലാബുള്ള പരിയാരത്ത് 2 കാത്ത് ലാബിന്റെ പ്രവർത്തനമാണ് ഇന്ന് രാത്രിയോടെ ആരംഭിക്കുന്നത്. പുതിയ കാത്ത് ലാബിന്റെ ട്യൂബാണ് തകരാറിലായത്. ശനിയാഴ്ച രാവിലെയോടെ പുതിയ ട്യൂബ് കൊണ്ടുവരികയും ഇന്ന് രാത്രിയോടുകൂടി പ്രവർത്തന സജ്ജമാക്കുകയും ഹൃദയ ശസ്ത്രക്രിയ ചെയ്യുമെന്നും ആശുപത്രി അധികൃതർ അറിയിച്ചു. മറ്റൊരു കാത്ത് ലാബിൽ AC സ്ഥാപിക്കുന്ന പ്രവൃത്തി പൂർത്തീകരിച്ചിട്ടുണ്ട്. തിങ്കളാഴ്ചയോടുകൂടി അതിന്റെ പ്രവർത്തനം ആരംഭിക്കുമെന്നും അധികൃതർ അറിയിച്ചു. അതോടെ പരിയാരത്തെ മുഴുവൻ കാത്ത് ലാബുകളുടെയും പ്രവർത്തനം പൂർണ്ണമായി സജ്ജമാകുമെന്ന് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ കെ സുദീപ്, HOD ഡോക്ടർ SM അഷ്റഫ് എന്നിവർ അറിയിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പട്ടികജാതി യുവജന ഗ്രൂപ്പുകൾക്ക് വാദ്യോപകരണങ്ങൾ നൽകി. കല്യാശ്ശേരി മണ്ഡലം MLA M. വിജയൻ വാദ്യോപകരണങ്ങളുടെ വിതരണോദ്ഘാടനം നിർവഹിച്ചു. ഇന്ന് ചെണ്ട വിതരണം ചെയ്യുകയാണ്. തീർച്ചയായും ഇത് നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാവുകയും കലാകാരന്മാരെന്ന രീതിയിൽ കൂടി ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഒരു വലിയ പിന്തുണ പ്രഖ്യാപനം കൂടിയാണ് ഇന്ന് ഈ ചടങ്ങിൽ വെച്ച് നടക്കുന്നത്. തീർച്ചയായും ഇത്തരം മാതൃകാപരമായ പ്രവർത്തനം ഏറ്റെടുക്കാൻ തയ്യാറായ കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിലെ കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PP ഷാജിർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം SK ആബിദ ടീച്ചർ, കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് D. വിമല, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ AV രവീന്ദ്രൻ, പ്രേമ സുരേന്ദ്രൻ, മുഹമ്മദ് റഫീഖ് CP, K. അനിത, O. വിജേഷ്, പ്രീത MP എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. കൃഷി അറിവ് നേടാൻ പാടത്തേക്കിറങ്ങി തൃക്കരിപ്പൂർ കൈക്കോട്ടുകടവ് സ്കൂളിലെ NSS യൂണിറ്റ്. കൊഴുമൽ കോയിത്താർ പാടശേഖരത്തിലെത്തിയ വിദ്യാർത്ഥികൾ ഞാറ് പറിച്ചു നട്ടു. കൊഴുമൽ കോയിത്താർ പാടശേഖരത്തിലെ കർഷകൻ K. രാജേഷിന്റെ 1 ഏക്കർ നിലത്ത് കൈക്കോട്ടുകടവ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 2ാം വർഷ NSS കുട്ടികൾ ഞാറ് പറിച്ചു നട്ടു. യുവ കർഷകൻ ലാലു ഗോവിന്ദ് കൃഷിരീതിയെക്കുറിച്ച് കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തു. കുട്ടികൾക്ക് ഇതുവരെ ഈ ഒരു കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന സമയത്തോടൊപ്പം തന്നെ നമുക്കത് ചെയ്ത് കാണിച്ചു കൊടുക്കാനുള്ള അവസരങ്ങൾ വളരെ ദുർലഭമായിരുന്നു. ഈ ഒരു സമയം നമുക്ക് കിട്ടിയത് തന്നെ വലിയൊരു അനുഗ്രഹമായിട്ട് കാണുന്നു. കുട്ടികൾക്ക് ഈ ഒരു കാര്യങ്ങൾ ചെയ്ത് പഠിക്കാനും ഭാവിയിൽ ഇതുമായിട്ട് കൃഷിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് മുമ്പോട്ട് കുട്ടികൾ കൊണ്ടുപോകാൻ താല്പര്യം ജനിപ്പിക്കാനും ഈ ഒരു അവസരം അവർ ഉപയോഗപ്പെടുത്തുന്നതിന് കരുതുന്നു. ചടങ്ങിൽ സ്കൂൾ പ്രിൻസിപ്പൽ PP അബൂബക്കർ, സ്റ്റാഫ് സെക്രട്ടറി ഗോപിക്കുട്ടി KV, അധ്യാപകരായ അജയ്കുമാർ, ദാവൂദ് P, ഗഫൂർ K, റൈഹാനത്ത്, NSS പ്രോഗ്രാം ഓഫീസർ ബിജു പ്രമോദ് BK തുടങ്ങിയവർ പങ്കെടുത്തു. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ്, ആദ്യമായിട്ടാണ് ഇങ്ങനെ നെല്ല് വയലിൽ ഇറങ്ങുന്നതും ഞാറ് നടുന്നതൊക്കെ. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ഇപ്പോഴത്തെ കുട്ടികളെന്ന് വെച്ചാൽ ഇങ്ങനെയൊന്നും ഒരു എക്സ്പീരിയൻസ് നമ്മളൊന്നും ജീവിതത്തിൽ ഇതുവരെ ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ.
LIC ഏജൻസ് ഓർഗനൈസേഷൻ ഓഫ് ഇന്ത്യ CITU ആഭിമുഖ്യത്തിൽ SSLC+2 ഡിഗ്രി വിജയികൾക്ക് അനുമോദനം സംഘടിപ്പിച്ചു. പയ്യന്നൂർ ട്രേഡ് യൂണിയൻ സെന്ററിൽ നടന്ന പരിപാടി CITU ജില്ലാ സെക്രട്ടറി PV കുഞ്ഞപ്പൻ ഉദ്ഘാടനം ചെയ്തു. LIC ഏജൻസ് ഓർഗനൈസേഷൻ ഓഫ് ഇന്ത്യ CITUയുടെ ആഭിമുഖ്യത്തിൽ SSLC+2 ഡിഗ്രി വിജയികൾക്ക് അനുമോദനം സംഘടിപ്പിച്ചു. പയ്യന്നൂർ ട്രേഡ് യൂണിയൻ സെന്ററിൽ നടന്ന പരിപാടി CITU ജില്ലാ സെക്രട്ടറി PV കുഞ്ഞപ്പൻ ഉദ്ഘാടനം ചെയ്തു. അതുപോലെ കുഞ്ഞുമംഗലത്തിൽ നിന്നും മറ്റ് പ്രദേശങ്ങളിൽ നിന്നും ധാരാളം കുട്ടികൾ നടന്നു ഈ ഹൈസ്കൂളിലേക്ക് വരുന്നത് ഞാനൊക്കെ എൻ്റെ ചെറിയ പ്രായത്തിൽ കണ്ടിട്ടുള്ളതാണ്. വിദ്യാഭ്യാസ മേഖലയിൽ വലിയ മാറ്റങ്ങളാണ് കേരളത്തിനകത്ത് വന്നുകൊണ്ടിരിക്കുന്നത് എന്നതാണ്. 1957 അധികാരത്തിൽ വന്നിട്ടുള്ള കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയാണ് വിദ്യാഭ്യാസ മേഖല പരിഷ്കരിക്കുന്നതിന് വേണ്ടിയുള്ള വലിയ തീരുമാനം അന്നെടുത്തത് എന്നുള്ളത്. CK രാജീവൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ M ചന്ദ്രൻ, KK കൃഷ്ണൻ, C സുനിത, AP മുരളീധരൻ, VV രജിത തുടങ്ങിയവർ സംബന്ധിച്ചു. തുടർന്ന് ബിസിനസ് പഠന ക്ലാസ് TV രവിശങ്കർ കൈകാര്യം ചെയ്തു. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. ചേതന യോഗ അസോസിയേഷൻ മാടായി ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പിലാത്തറ പാട്യം മന്ദിരത്തിൽ വച്ച് യോഗ പ്രദർശനവും ക്ലാസും സംഘടിപ്പിച്ചു. യോഗ ജില്ലാ ഇൻസ്ട്രക്ടർ P നാരായണൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. അന്താരാഷ്ട്ര യോഗാ ദിനത്തിൽ ചേതന യോഗ അസോസിയേഷൻ മാടായി ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പിലാത്തറ പാട്യം മന്ദിരത്തിൽ വച്ച് യോഗ പ്രദർശനവും ക്ലാസും സംഘടിപ്പിച്ചു. യോഗ വ്യക്തിക്കും സമൂഹത്തിനും എന്ന സന്ദേശം ഉയർത്തിയാണ് പരിപാടി സംഘടിപ്പിച്ചത്. യോഗ ജില്ലാ ഇൻസ്ട്രക്ടർ P നാരായണൻകുട്ടി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട്. എല്ലാ ദിവസത്തിലും നമുക്കെല്ലാവർക്കും പ്രത്യേകതയുണ്ടാവും. പക്ഷെ ഇന്നത്തെ ദിവസത്തിന് രാവും പകലും ധൈര്യം അല്പം ഏറിയാണ്. അതാണ് ഇന്നത്തെ ദിവസം തന്നെ ഈ ജൂൺ 21 അന്താരാഷ്ട്ര യോഗാ ദിനം ആചരണം നടത്താൻ തീരുമാനിച്ചത്. ഐക്യരാഷ്ട്രസഭയാണ് ഇതിനുള്ള തീരുമാനമെടുത്തത്. കേരളത്തിൽ AV രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ K മനോഹരൻ, MV രാജീവൻ, MP ചന്ദ്രൻ, EP സിന്ധു, KV സബിജ എന്നിവർ സംസാരിച്ചു. തുടർന്ന് യോഗ പ്രദർശനവും നടന്നു. നെറ്റ്വർക്ക് ന്യൂസ് പിലാത്തറ. ഓട്ടോ കൂട്ടായ്മ ബോംബെ ഹോട്ടൽ സ്റ്റാൻഡ് AK ഉണ്ണികൃഷ്ണന് അനുമോദനം സംഘടിപ്പിച്ചു. ബോംബെ ഹോട്ടൽ സ്റ്റാൻഡ് പരിസരത്ത് വച്ചായിരുന്നു അനുമോദന ചടങ്ങ് നടന്നത്. 2023 സംഗീത നാടക അക്കാദമിയുടെ ഗുരുപൂജ അവാർഡിന് അർഹനായ നാടക അഭിനേതാവ് AK ഉണ്ണികൃഷ്ണന് സഹപ്രവർത്തകരായ പയ്യന്നൂരിലെ ബോംബെ ഹോട്ടൽ സ്റ്റാൻഡിലെ ഓട്ടോ കൂട്ടായ്മ അനുമോദന സദസ്സ് സംഘടിപ്പിച്ചു. പ്രശസ്ത നാടക സിനിമാ സംവിധായകൻ MT അന്നൂർ ഉപഹാരം നൽകി അനുമോദിച്ചു. മുതിർന്ന ഓട്ടോറിക്ഷ ഡ്രൈവർ K കുമാരൻ പൊന്നാട അണിയിച്ചു. നാടകപ്രവർത്തകരായ KC കൃഷ്ണൻ, PC ഗോപാലകൃഷ്ണൻ, പൊതുപ്രവർത്തകൻ KV മോഹനൻ, P രവി, P രാമകൃഷ്ണൻ, KV പ്രമോദ് തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. കരിവെള്ളൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ മണക്കാട് നോർത്ത് AUP സ്കൂളിൽ ക്യാഷ് അവാർഡ് വിതരണം സംഘടിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് MV അപ്പുക്കുട്ടൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു. കരിവെള്ളൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ പ്രവർത്തന പരിധിക്കകത്തെ 6 പൊതുവിദ്യാലയങ്ങളിൽ കഴിഞ്ഞ 21 വർഷമായി ബാങ്ക് ക്യാഷ് അവാർഡ് നൽകി വരുന്നുണ്ട്. വർഷാന്ത പരീക്ഷയിൽ മികച്ച പഠന നിലവാരം പുലർത്തിയ എല്ലാ ക്ലാസുകളിലെയും കുട്ടികൾക്കാണ് ക്യാഷ് അവാർഡ് നൽകുന്നത്. മണക്കാട് നോർത്ത് AUP സ്കൂളിലെ ക്യാഷ് അവാർഡ് വിതരണോദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MV അപ്പുക്കുട്ടൻ നിർവഹിച്ചു. ചടങ്ങിൽ ബാങ്ക് പ്രസിഡന്റ് PV ചന്ദ്രൻ മാസ്റ്റർ അധ്യക്ഷനായി. സെക്രട്ടറി K ദിനേശൻ, PTA പ്രസിഡന്റ് NV അശോകൻ, പ്രധാനാധ്യാപിക VV പ്രീത, രമ AK, വാമനൻ CK തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് കരിവെള്ളൂർ. ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ കോസ്റ്റൽ മലബാർ ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ മാത്തിൽ IRPC സാന്ത്വന വയോജന കേന്ദ്രത്തിൽ ദന്ത പരിശോധനയും ബോധവൽക്കരണ ക്ലാസും നടത്തി.
സാന്ത്വന കേന്ദ്രം ചെയർമാൻ പി ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ മാത്തിൽ പ്രദേശത്ത് IRTCയുടെ നേതൃത്വത്തിൽ ആരംഭിച്ചിട്ടുള്ള സാന്ത്വന വയോജന കേന്ദ്രം തികച്ചും നമ്മുടെ പ്രതീക്ഷയിൽ കൂടുതൽ നല്ല രീതിയിൽ തന്നെയാണ് ഇപ്പോൾ പ്രവർത്തിച്ചു വരുന്നത്. 12 പേരെയാണ് ഇപ്പോൾ ഇവിടെ സ്ഥിരമായി പാർപ്പിക്കാൻ വേണ്ടി കഴിയുന്നത്. അവരും അവരോടൊപ്പം അവരുടെ കൂട്ടിരിപ്പുകാരും അതുപോലെ ഇവർക്ക് പരിചരണമേകാൻ കഴിയുന്ന നിലയിലുള്ള 6-7 സ്റ്റാഫും ഉൾപ്പെടെയാണ് ഈ കേന്ദ്രത്തിലുള്ളത്. TK ശങ്കരൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. ദന്തരോഗങ്ങളും പ്രതിരോധ മാർഗവും എന്ന വിഷയത്തിൽ ഡോക്ടർ K രതീഷ് ക്ലാസ് എടുത്തു. കാങ്കോല ആലപ്പടമ്പ ഗ്രാമപഞ്ചായത്ത് അംഗം C രമേശൻ, സാന്ത്വന കേന്ദ്രം കൺവീനർ KV പവിത്രൻ, മാത്തിൽ കുടുംബാരോഗ്യ കേന്ദ്രം ഹെൽത്ത് ഇൻസ്പെക്ടർ മധുസൂദനൻ മെട്ടമൽ, KT ജയപ്രകാശ്, MK അശോക് കുമാർ എന്നിവർ സംസാരിച്ചു. ദന്തപരിശോധനയ്ക്ക് ഡോക്ടർ C ശ്രീകുമാർ, ഡോക്ടർ വിജയനാഥ്, ഡോക്ടർ അശ്വതി, ഡോക്ടർ നമിത സുനിൽ, ഡോക്ടർ രതീഷ് എന്നിവർ നേതൃത്വം നൽകി. ചടങ്ങിൽ വെച്ച് കമ്മ്യൂണിസ്റ്റ് കർഷക പ്രസ്ഥാനത്തിന്റെ നേതാവും മുൻ കാങ്കോല ആലപ്പടമ്പ ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ KV കുഞ്ഞപ്പൻ മാസ്റ്ററുടെ 13ാം ചരമവാർഷിക ദിനത്തോടനുബന്ധിച്ച് സാന്ത്വന കേന്ദ്രത്തിന് കുടുംബാംഗങ്ങൾ നൽകുന്ന സഹായം സാന്ത്വന കേന്ദ്രം ചെയർമാൻ പി ശശിധരൻ ഏറ്റുവാങ്ങി. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. പയ്യന്നൂർ ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റിന്റെയും ഭാരവാഹികളുടെയും സ്ഥാനാരോഹണം തായ്നേരി ലയൺസ് ക്ലബ്ബ് ഹാളിൽ വെച്ച് നടന്നു. മുൻ ഡിസ്ട്രിക്ട് ഗവർണർ K ശ്രീനിവാസ ഷേണായി മുഖ്യാതിഥിയായി. ഗംഗാധരൻ അള്ളക്കോട്ട് പ്രസിഡന്റായും PV മനോഹരൻ സെക്രട്ടറിയായും P മോഹനൻ ട്രഷററായും ചുമതലയേറ്റു. സ്കൂളുകളിൽ കുടിവെള്ള പദ്ധതി, ഭവനദാന പദ്ധതി, പിന്നോക്കം നിൽക്കുന്ന വനിതകൾക്കുള്ള വൊക്കേഷണൽ ട്രെയിനിംഗ് പദ്ധതി, യുവാക്കൾക്കുള്ള നേതൃത്വ പരിശീലന പദ്ധതി, നിർധനരായ രോഗികൾക്ക് സൗജന്യ ഡയാലിസിസ്, സൗജന്യ ഭക്ഷ്യധാന്യ വിതരണം, ദിവ്യാംഗ പാർക്ക് എന്നീ പദ്ധതികൾ ഈ വർഷം ഏറ്റെടുത്തു നടത്തും. കൂടാതെ സാമൂഹ്യ വനവൽക്കരണം പോലെയുള്ള പരിസ്ഥിതി പ്രവർത്തനങ്ങളും നടപ്പിലാക്കും. ബീന രാജൻ, ഡോക്ടർ ബാലാമണി രാജീവ്, ഡോക്ടർ പ്രവീൺ ഗോപിനാഥ്, ദിനേഷ് കുമാർ TCV, ചന്ദ്രൻ MK, ഡോക്ടർ AV ശ്രീകുമാർ, K ശ്രീനിവാസ ഷേണായി, ഡോക്ടർ S രാജീവ്, ഡോക്ടർ K ദാമോദരൻ, P ഗംഗാധരൻ, V ബാലൻ, ഡോക്ടർ സുജ വിനോദ്, സുരേഷ് കോമത്ത് തുടങ്ങിയവർ സംബന്ധിച്ചു. Kerala state was one lionistic district and that resolution was being considered there. And our Dr. A.V. Karunakaran was a great votary of division. Probably Professor Kamalakshan and Dr. Janardhanan would remember that one of the speeches which carried weight with the audience that day and helped the district bifurcation was probably Dr. Karunakaran's speech. I'd like to honor നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ക്ഷീരമേഖലയിലെ കർഷകർക്ക് ആശ്വാസമായി വലിയപറമ്പ പഞ്ചായത്തിൽ ജന്തുരോഗ പ്രതിരോധ കുത്തിവയ്പ്പിന് തുടക്കമായി. കന്നുകാലികളിൽ വന്ധ്യതയ്ക്ക് കാരണമാകുന്നതായ ബ്രുസല്ലോസിസ് രോഗപ്രതിരോധത്തിന്റെ ഭാഗമായാണ് കുത്തിവയ്പ്പ് നടത്തുന്നത്. ദേശീയ ജന്തുരോഗ നിയന്ത്രണ പദ്ധതിയിൽ മൃഗസംരക്ഷണ വകുപ്പിന്റെ നേതൃത്വത്തിൽ ബ്രൂസല്ലോസിസ് രോഗപ്രതിരോധ കുത്തിവയ്പ്പിന് വലിയപറമ്പിൽ തുടക്കമായി. കന്നുകാലികളിൽ വന്ധ്യതയ്ക്ക് കാരണമാകുന്നതും മനുഷ്യരിലേക്ക് പകരുന്നതുമായ ബ്രൂസല്ലോസിസ് നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായാണ് 4 മുതൽ 8 മാസം വരെ പ്രായമുള്ള എല്ലാ കന്നുകുട്ടികളെയും ജീവിതകാലത്ത് ഒരു തവണ മാത്രം പ്രതിരോധ കുത്തിവയ്പ്പിന് വിധേയമാക്കുന്നത്. ജൂൺ 25 വരെയാണ് വിവിധ കേന്ദ്രങ്ങളിൽ കുത്തിവയ്പ്പ് നടത്തുന്നത്. പഞ്ചായത്ത് തല ഉദ്ഘാടനം വലിയപറമ്പ മൃഗാശുപത്രിയിൽ ലൈവ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ KP ഉഷയ്ക്ക് വാക്സിൻ കൈമാറി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VV സജീവൻ നിർവഹിച്ചു. പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ ഖാദർ പാണ്ഡ്യാല ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. തുടർന്ന് പശുപരിപാലനത്തിൽ മഴക്കാലത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ക്ഷീര കർഷകർക്ക് വലിയപറമ്പ വെറ്റിനറി സർജൻ ഡോക്ടർ V സംഗീത മോഹൻ ക്ലാസ് എടുത്തു. പക്ഷെ വാക്സിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ 2 മണിക്കൂറിന്റെ അകത്ത് നമുക്ക് ഒരു ബോട്ടിൽ 10 പേർക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ 2 മണിക്കൂറിന്റെ അകത്ത് നമുക്ക് 10 പേർക്കും ചെയ്യണം. 2 മണിക്കൂർ അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2 മണിക്കൂറിന്റെ അകത്ത് ചെയ്യണം. അപ്പം അത് നമുക്ക് ഒറ്റ ദിവസം കൊണ്ട് അത് ചെയ്ത് തീർക്കേ വേണം. അപ്പൊ അതിനനുസരിച്ച് നമ്മുടെ പഞ്ചായത്ത് നല്ല വലിയ പഞ്ചായത്താണ്. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. പയ്യന്നൂർ ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂൾ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ ആഭിമുഖ്യത്തിൽ ക്യാഷ് പ്രൈസ് വിതരണവും വാർഷിക പൊതുയോഗവും സംഘടിപ്പിച്ചു.
പയ്യന്നൂർ ഡിവൈഎസ്പി കെ ഉമേഷ് ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ 27 വർഷമായി പയ്യന്നൂർ ബോയ്സ് സ്കൂളിന്റെ വികസനത്തിനും കുട്ടികളുടെ വിദ്യാഭ്യാസ പുരോഗതിക്കും വേണ്ടി പ്രവർത്തിച്ചു വരുന്ന പയ്യന്നൂർ ബോയ്സ് സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ വാർഷിക പൊതുയോഗവും ഉന്നത വിജയികൾക്കുള്ള അനുമോദനവും സ്കൂളിൽ വെച്ച് നടന്നു. പയ്യന്നൂർ ഡിവൈഎസ്പി എ ഉമേഷ് ഉദ്ഘാടനം ചെയ്തു. VP കൃഷ്ണ പൊതുവാൾ അധ്യക്ഷത വഹിച്ചു. മണിയറ ചന്ദ്രൻ, അത്തായി പത്മിനി, വി നന്ദകുമാർ, കരിപ്പിരി ബാലൻ തുടങ്ങിയവർ ക്യാഷ് പ്രൈസ് വിതരണം നിർവഹിച്ചു. KP ശ്രീധരൻ, സതീഷ് കുമാർ MP, സുധ MP, സ്കൂൾ പ്രധാനാധ്യാപിക ശ്രീലത K, സുനിൽകുമാർ MP, P സുരേഷ് കുമാർ, EP ശ്യാമള തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. പയ്യന്നൂരിൽ പുതുതായി രൂപം കൊള്ളുന്ന രാഗസുധ കലാകൂട്ടായ്മയുടെ ഉദ്ഘാടനം പ്രശസ്ത സംഗീതജ്ഞൻ കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ നിർവഹിച്ചു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഹരിശ്രീധരന്റെ നേതൃത്വത്തിൽ പഴയ മലയാള ഗാനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള സംഗീത പരിപാടിയും നടന്നു. സംഗീതത്തിന് മുൻഗണന നൽകിക്കൊണ്ട് നൃത്തം, നാടകം, ചിത്രം ഇവയെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് രാഗസുധ എന്ന പേരിൽ പയ്യന്നൂരിൽ പുതിയ കലാകൂട്ടായ്മ രൂപം കൊണ്ടത്. രാഗസുധയുടെ ഉദ്ഘാടനം പ്രമുഖ സംഗീതജ്ഞനും ക്ഷേത്രകലാ അക്കാദമി ചെയർമാനുമായ കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ നിർവഹിച്ചു. എല്ലാവരും പണ്ഡിതന്മാരാണ്. സംഗീതത്തെക്കുറിച്ചും നൃത്തത്തെക്കുറിച്ചും എല്ലാ സർവകലാകളെക്കുറിച്ചും എല്ലാവരും ബോധവാന്മാരാണ്, ജ്ഞാനസ്ഥരാണ്. എങ്കിലും ഈ ഒരു സംരംഭം ശ്രദ്ധേയമായ ഒരു സംരംഭമായിട്ട് മാറും, യാതൊരു സംശയമില്ല. കാരണം നമ്മുടെ നാട്ടിൽ വടക്കേ മലബാറിൽ ഒരുപാട് കലാകാരന്മാർ ഉണ്ട്, പ്രത്യേകിച്ച് ഈ പയ്യന്നൂർ മഹാദേവ ഗ്രാമം ആരാധന ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ പ്രൊഫസർ M രാജീവൻ അധ്യക്ഷത വഹിച്ചു. MT എന്നൂർ, PU രാജൻ, വേണു തപസ്യ, മണിമാസ്റ്റർ, അശോകൻ TK തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് ഹരിശ്രീധരന്റെ നേതൃത്വത്തിൽ പഴയ മലയാള ഗാനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള സംഗീത പരിപാടി നടന്നു. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. യോഗ അസോസിയേഷൻ പെരിങ്ങോം ഏരിയ കമ്മിറ്റി, എരമംകുറ്റൂർ ഗ്രാമപഞ്ചായത്ത്, ചേതന യോഗ നാഷണൽ ആയുഷ് മിഷൻ വെള്ളോറ, മാതമംഗലം ആയുർവേദ ആശുപത്രി എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ യോഗ പ്രദർശനം, യോഗ ഡാൻസ് എന്നിവ സംഘടിപ്പിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷൈനി ബിജേഷ് ഉദ്ഘാടനം ചെയ്തു. ജൂൺ 21 അന്താരാഷ്ട്ര യോഗ ദിനത്തോടനുബന്ധിച്ച് യോഗ അസോസിയേഷൻ പെരിങ്ങോം ഏരിയ കമ്മിറ്റിയും എരമംകുറ്റൂർ ഗ്രാമപഞ്ചായത്ത് ചേതന യോഗ നാഷണൽ ആയുഷ് മിഷൻ വെള്ളോറ, മാതമംഗലം ആയുർവേദ ആശുപത്രി എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ യോഗ പ്രദർശനം, യോഗ ഡാൻസ് എന്നിവ സംഘടിപ്പിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷൈനി ബിജേഷ് ഉദ്ഘാടനം ചെയ്തു. T സജികുമാർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ T ജയകുമാർ, കരുണാകരൻ മാസ്റ്റർ, ഡോക്ടർ ബേബി സുഭദ്ര, PP വിജയൻ, K പ്രീത, PV വിജയൻ, KV രവീന്ദ്രൻ, P മുസ്തഫ, ലക്ഷ്മണൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പിലാത്തറ. കടന്നപ്പള്ളി പാണപ്പുഴ ഗ്രാമപഞ്ചായത്തിൽ വനിതകൾക്കുള്ള മെൻസ്ട്രൽ കപ്പിന്റെ വിതരണോദ്ഘാടനം നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് T സുലജ ഉദ്ഘാടനം നിർവഹിച്ചു. കടന്നപ്പള്ളി പാണപ്പുഴ ഗ്രാമപഞ്ചായത്ത് ഹരിതഗ്രാമം പദ്ധതിയുടെ ഭാഗമായി പാണപ്പുഴ 3-ാം വാർഡിനെ തിരഞ്ഞെടുത്തിരുന്നു. ഇതിന്റെ ഭാഗമായി ഹരിതാപമായ ഗ്രാമം, ശുചിത്വ ഗ്രാമം എന്ന സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനും വനിതകൾക്കുള്ള മെൻസ്ട്രൽ കപ്പിന്റെ വിതരണോദ്ഘാടനവും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് T സുലജ നിർവഹിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ TV സുധാകരൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മെഡിക്കൽ ഓഫീസർ T രഞ്ജിത്ത്, ആയുർവേദ ഡോക്ടർ ജസ്നാസി, JHIമാരായ പ്രദീപൻ, ശ്രീജേഷ്, ശ്രീവിജയ്, ആശാ വർക്കർ ജയശ്രീ VP എന്നിവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ് പിലാത്തറ. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാസർഗോഡ് കുഞ്ചത്തൂർ മുതൽ തിരുവനന്തപുരം പൊഴിയൂർ വരെ നീളുന്ന നിർദ്ദിഷ്ട തീരദേശ ഹൈവേ വലിയ പറമ്പിലൂടെ കടന്നുപോകുമ്പോൾ വീടുകൾ നഷ്ടപ്പെടുമെന്ന ആശങ്കയിൽ പ്രദേശത്തുകാർ. പയ്യന്നൂർ നെറ്റ്വർക്ക് ചാനലിന്റെയും കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പയ്യന്നൂർ മേഖലാ കമ്മിറ്റിയുടെയും ആഭിമുഖ്യത്തിൽ SLC+2 ഉന്നത വിജയികളെയും മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച ചാനൽ ജീവനക്കാരെയും അനുമോദിച്ചു.
കരുവള്ളൂർ കുണിയനിലെ BJP നേതാവ് കുണ്ടത്തിൽ ബാലന്റെ വീട്ടുപറമ്പിൽ നിന്നും ആയുധങ്ങൾ കണ്ടെത്തിയ സംഭവം യഥാർത്ഥ പ്രതികളെ കണ്ടെത്തണമെന്ന് CPIM കരുവള്ളൂർ സൗത്ത് ലോക്കൽ കമ്മിറ്റി. കാത്ത് ലാബുകൾ പ്രവർത്തനക്ഷമമായതോടെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ കാർഡിയോളജി വിഭാഗത്തിലുണ്ടായ പ്രശ്നങ്ങൾക്ക് താൽക്കാലിക പരിഹാരമാകുന്നു. ഇന്ന് രാത്രിയോടെ 2 കാത്ത് ലാബുകൾ പ്രവർത്തിച്ചു തുടങ്ങുമെന്ന് ആശുപത്രി അധികൃതർ. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.